Hi dears, chemical kinetics ennulla question aayithu. A first order reaction is 75% completed in 6000 seconds. What is its half life period at the same temperature? Well, വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ 50% കംപ്ലീറ്റ് ആവാൻ എടുക്കുന്ന സമയമാണ്. എന്നാൽ അതേ സമയം തന്നെയാണ് ഇനി അതിന്റെ പകുതി ആവാൻ വേണ്ടത്. അതായത് ഹാഫ് ലൈഫ് ടൈം കൊണ്ട് നമ്മുടെ റിയാക്ഷന്റെ പകുതി കംപ്ലീറ്റ് ആവും. 5 മിനിറ്റ് ആണ് ഹാഫ് ലൈഫ് എങ്കിൽ 5 മിനിറ്റ് കൊണ്ട് പകുതി കംപ്ലീറ്റ് ആവും. അടുത്ത 5 മിനിറ്റ് കൊണ്ട് ഇനി പകുതി ബാക്കിയുണ്ടല്ലോ, അതിന്റെ പകുതിയാ കംപ്ലീറ്റ് ആവും എന്ന് പറഞ്ഞാൽ 25% കൂടെ കംപ്ലീറ്റ് ആവും. അപ്പൊ 2 ഹാഫ് ലൈഫിന്റെ ടൈം എടുത്താലാണ് 75% കംപ്ലീറ്റ് ആവും. അടുത്ത 5 മിനിറ്റ് കൊണ്ട് അതിന്റെ പകുതി 12.5 കൂടെ കംപ്ലീറ്റ് ആയി 87.5 എത്തും. അങ്ങനെ പകുതിയുടെ പകുതി അങ്ങനെ പോകും. ആൻഡ് ഇറ്റ് നെവർ ഗോസ് ടു കംപ്ലീഷൻ. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ടേക്സ് ഇൻഫൈനൈറ്റ് ടൈം ഫോർ ഇറ്റ്സ് കംപ്ലീഷൻ. സോ 75% കംപ്ലീഷൻ എന്ന് പറയുമ്പോൾ 75% കംപ്ലീറ്റ് ആവാൻ 2T ആണ് വേണ്ടത്. അത്രേ ഉള്ളൂ. 75% കംപ്ലീറ്റ് ആവാൻ 6000 സെക്കൻഡ് എടുത്തിട്ടുണ്ടെന്നാ പറഞ്ഞത്. സോ 6000 ഈക്വൽ ടു 2T ആണ്. അങ്ങനെയാണ് ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ 3000 സെക്കൻഡ് ആണ്. 3000 സെക്കൻഡ്. 3000 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റാ? 3000 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റ് ആണ് എന്ന് ചോദിച്ചാൽ ആ സെക്കൻഡ് മിനിറ്റിലേക്ക് മാറ്റാൻ 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 0 കട്ട് ചെയ്യാം. 300/6 30/6 എത്ര? 5 ആണ്. സോ 50 മിനിറ്റ് ആണ് അതിനെടുക്കുന്ന സമയം. ഓക്കെ.